രണ്ടാഴ്ച പൂർത്തിയാവാൻ പോകുന്ന ബിഗ് ബോസ് ഷോ പുതിയ ചില സംഭവബഹുലമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും ഫോൺ വന്നതിനു ശേഷം ഗെയിം മൊത്തം മാറി. അവിടെയും സ്റ്റാറായി മാറിയിരിക്കുന്നത് റോക്കിയാണ്. സത്യത്തിൽ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നുള്ള ഫോൺ അവർക്ക് ദോഷമായി ബാധിച്ചുവെന്നാണ് ബിഗ് ബോസ് നിരീക്ഷകർ പറയുന്നത്. അതുവരെ മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചും പവർ ടീമിൽ കയറിയും ജാസ്മിൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു. ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് വിന്നർ ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായി ജാസ്മിൻ മാറി. എന്നാൽ മത്സരവീര്യത്തിൽ താരം പിന്നോട്ട് പോയോ എന്ന വിശകലനമാണ് നടക്കുന്നത്. ഇവിടെ ഉള്ളവരും പല പ്രമുഖ യൂട്യൂബേഴ്സും പറയുന്നത് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് പക്ഷപാതരമെന്നാണ്. ജാസ്മിനെ വിളിച്ചതുപോലെ മറ്റുള്ളവർക്കും വിളിച്ച് പുറത്തുള്ളത് പറഞ്ഞു കൊടുക്കാലോ എന്നാണ്. അത് വിളിക്കാനുണ്ടായ ഈ ഗോത്ര നൂറ്റാണ്ടിൻ്റെ ചിന്താഗതിയെക്കുറിച്ച് മുൻപ് പറഞ്ഞതാണ്. ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ വിളിച്ചത് കൊണ്ട് എന്ത് മാറ്റമാണ് ജാസ്മിൻ്റെ ഗെയിമിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുൻപ് റോക്കിക്ക് വായ തുറന്ന് പറയാൻ പേടിയുള്ള ഒരേയൊരാൾ ജാസ്മിൻ ആയിരുന്നു. ജാസ്മിൻ്റെ മുന്നിൽ വാ തുറക്കാൻ പേടിച്ചിരുന്ന റോക്കി മുതൽ മറ്റുള്ളവർക്ക് വരെ പുതിയൊരു ഊർജവും തങ്ങൾ കളിക്കുന്നതാണ് ശരി എന്നൊരു ആത്മവിശ്വാസവും വന്നു. ജാസ്മിനെതിരെ മാനസികമായ ഒരു മുൻതൂക്കവും കിട്ടി. ജാസ്മിനാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള വിളി കാരണം ഉള്ള ഊർജവും നഷ്ടപ്പെട്ടു. ഭാവി ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള മറ്റു ചിന്തകളും ഒക്കെയായി ആത്മവിശ്വാസം പോയി. ഗെയിം എങ്ങനെ കളിക്കണമെന്ന ചിന്തയൊന്നും ഇല്ല, വീട്ടിൽ പോയാൽ മതി എന്നായി. ഇനി വിളിച്ചിരുന്നില്ലെങ്കിൽ തൻ്റേതായ രീതിയിൽ ശരിയെന്ന് തൻ്റെ മനസാക്ഷിക്ക് ബോധമുള്ളതുകൊണ്ട് ആ രീതിയിൽ ഗെയിം കളിച്ചേനെ. ആ വീട്ടിൽ മുൻപന്തിയിലേക്ക് ഉയർന്നേനെ. ഞരമ്പന്മാരും സദാചാര വ്രണിതകളും ഉറക്കമൊഴിച്ചത് മിച്ചവുമായേനെ എന്നാണ് ഒരാൾ പറയുന്നത്. വീട്ടിൽ നിന്നുള്ള ഫോൺ വിളി ജാസ്മിനെ ബാധിച്ചുവെന്നത് വ്യക്തമാണ്. എന്നാൽ അവൾ ഭേദമായി വരുന്നുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഉപ്പാക്ക് ഭേദമായി, ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു വിളി കൂടി വരും. അല്ലെങ്കിൽ ബിഗ് ബോസ് അതറിയിക്കും. അപ്പോൾ വീണ്ടും ഒരു ഷോ കാണാം. പിന്നീട് അങ്ങോട്ട് ഫുൾ ഓണാവും. ഗബ്രിയോട് സൗഹൃദം നിലനിർത്തും, പക്ഷേ 24/7 കൈപിടിക്കാൻ പോകില്ല. ഗബ്രിയെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ ഇത്രനാൾ കളിച്ചത് ഡ്രാമയാണെന്ന് പുറത്ത് പിടികിട്ടും. പക്ഷേ കുറച്ചാൽ ആ പ്രശ്നം ഇല്ല. അത് ഗബ്രിക്ക് തന്നെ മനസ്സിലായി. എന്തോ കോഡുണ്ടെന്ന് ഉറപ്പാണ്. അത് കൺഫെഷൻ റൂമിൽ നിന്നും ഇറങ്ങിയ സമയത്ത് അവൾ ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം റസ്മിനോട് ഗബ്രി പറയുകയും ചെയ്തിരുന്നു. അവളുടെ കയ്യിൽ പിടിക്കുന്നത് ഞാൻ മിസ് ചെയ്യുമെന്നും അവളെ നഷ്ടമായെന്നുമാണ് പറഞ്ഞത്. ഗബ്രിയോട് മാത്രമായി ജാസ്മിൻ എന്തോ രഹസ്യം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. വൈകാതെ ഇക്കാര്യങ്ങളൊക്കെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ വൈകാതെ ഈ വിഷയങ്ങൾ മത്സരാർത്ഥികളിൽ നിന്ന് തന്നെ ബാക്കിയുള്ളവർ അറിയാനും സാധ്യതയുണ്ട്. നിലവിൽ ജാസ്മിൻ റോക്കി അടക്കം എല്ലാവരോടും അടുപ്പത്തിലാവാനുള്ള ശ്രമമാണ്. പലരും അവളോട് മിംഗിളായെങ്കിലും റോക്കി മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.